പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രിയമക്കളെ, ഇവിടെ പറയുകയാണ് സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ്റെ സന്നിധിയിൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും വെക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകിത്തരും. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോട് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധി ഇരിക്കുന്ന ഏതൊരു ജീവിതത്തിൻ്റെയും വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ 21-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. മരിച്ചു എന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഉയർപ്പിച്ച് ജീവൻ നൽകി തരുന്ന ദൈവം ഇന്നും കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇശ്മായേലിൻ്റെയും ഹാഗാറിൻ്റെയും ജീവൻ ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച് അവൾ ദൂരെ ഇരുന്ന് കരയുക. കരയാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. കരച്ചിൽ കേൾക്കുന്ന ദൈവമുണ്ട്. ഇന്ന് നമ്മുടെ നെടുവീർപ്പ് പോലും മനസ്സിലാക്കി അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പനാ നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം പുറമെ നിന്ന് നോക്കി ഹല്ലേലൂയ പലതും പറഞ്ഞ് മാറിപ്പോകുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നോക്കൂ, അവർ അമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുക. ഹല്ലേലൂയ. ആരും കാണാതെ. ഹല്ലേലൂയ. കരയുവാൻ ഒരുവനുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ വിഷയം സ്വർഗം കേട്ട് മറുപടി തരും. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് ഹാഗാർ കരയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് മാത്രമാണ് ആ കരച്ചിൽ കേൾക്കുന്നത്. ഹല്ലേലൂയ. നാം കരയുന്നത് ആരും കണ്ടില്ലെങ്കിലും സ്വർഗം നമ്മുടെ കരച്ചിൽ കാണുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ ഏത് വിഷയത്തിലും ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹാഗാർ കരഞ്ഞത് എന്തിനാ? തൻ്റെ കുഞ്ഞിന്റെ വിഷയം ഓർത്ത. വാതിലടച്ച് കരയുന്ന ഏത് വ്യക്തി ജീവിതത്തിലും നാറ്റം വെച്ചു എന്ന് പറയുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം മറുപടി നൽകി തരും. ഹല്ലേലൂയ. ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഹല്ലേലൂയ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രവർത്തിക്കുന്ന അപ്പനാ നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം കർത്താവിൻ്റെ സന്നിധി വെച്ചാൽ ആ കരച്ചിൽ കാണുന്ന കർത്താവ് മറുപടി നൽകി തരും. ഹല്ലേലൂയ. ഹാഗാർ എന്താ? ഒരു മിസ്രയീം ദാസിയ. ഹല്ലേലൂയ. നീ ആരായാലും ദൈവസന്നിധിയിലാണോ വിഷയം വെക്കുന്നതെങ്കിൽ അവിടെ മറുപടി ഉണ്ട്. ഹല്ലേലൂയ. കുലവും പദവിയും ഹല്ലേലൂയ പ്രൗഢിയൊക്കെ നോക്കുന്നത് മനുഷ്യരാ. പക്ഷേ നമ്മെ കാണുന്ന അപ്പൻ, സകലത്തിന്മീതെ പ്രവർത്തിക്കുന്ന അപ്പൻ, നമ്മെ ഉള്ളതുപോലെ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന അപ്പൻ നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തു തരും. പ്രിയ മക്കളെ, രഹസ്യത്തിലെ പ്രാർത്ഥന കേട്ടുത്തരം നൽകുന്ന അപ്പൻ ഇന്നും കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യ പ്രാർത്ഥനയായാലും പരസ്യ പ്രാർത്ഥനയായാലും അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ, നമ്മളെ അറിയുന്ന നല്ലൊരു അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഇങ്ങനെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ നിനക്കെന്തേ? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്നിട്ട് മറുപടി കൊടുക്കുക, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. നോക്കൂ, ഒരിക്കലും ഉയരില്ല എന്ന് പറഞ്ഞ് പലരും നമ്മെ മാറ്റി നിർത്തിയിട്ടില്ലേ? നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടില്ലേ? നമ്മുടെ തലമുറകളെ മാറ്റി നിർത്തിയിട്ടില്ലയോ? നോക്കൂ, ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. നമ്മെ ഉയർത്തുന്ന അപ്പൻ, ഒരുവനെ താഴ്ത്താനും ഉയർത്തുവാനും കഴിവുള്ള കർത്താവപ്പച്ചൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരെ അതും ഇതും പറഞ്ഞ് നമ്മളെ താഴ്ത്തിക്കളയുന്നത് കർത്താവിന് ഒരു നിമിഷം മതി നമ്മെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. എവിടെ ഉയർത്തണം
എവിടെയാണോ അവിടെ നമ്മെ ഉയർത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരൊക്കെ ഭാരത്തോടിരിക്കുന്നോ, തന്റെ തലമുറയുടെ വിഷയത്തിൽ, കുടുംബത്തിൽ ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടിരിക്കുന്നോ, അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പൻ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നോക്കൂ, ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കരച്ചിൽ മാത്രം കേൾക്കുകയല്ല, അതിന് പ്രതികരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ വരികയും നിന്നെ അറിയുവാനും നമുക്ക് വേണ്ടുന്ന ഏത് വിഷയമാണോ അതിൽ പ്രവർത്തിപ്പാനും അതിന്മേൽ ഉത്തരം നൽകി തരുവാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാതെ ഹല്ലേലൂയ മാറി നിൽക്കുന്ന അപ്പനല്ല. ദൈവം നമ്മുടെ ശബ്ദം കേൾക്കും. പ്രിയ ദൈവമക്കളെ, ദൈവം കേട്ട് ഉത്തരം നൽകി തരും. ഇവിടെ എന്താണ്? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അവൾ മാറി നിൽക്കുക. ഹല്ലേലൂയ. കയ്യിലുണ്ടായിരുന്ന അപ്പവും വെള്ളവും എല്ലാം തീർന്നു. ഇനി ഒരു രക്ഷയുമില്ല. മരുഭൂമിയിലെ എൻ്റെ യാത്ര. ഇവിടെ ഒരു നീരുറവയും കാണാനില്ല. ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ വെള്ളം കൊടുക്കും, അപ്പം കൊടുക്കും എന്ന് ഭാരത്തോടെ ഇരിക്കുമ്പോൾ കർത്താപ്പച്ചൻ അവിടെ ഒരു നീരുറവയാ തുറക്കുന്നത്. ഹല്ലേലൂയ. കരഞ്ഞില്ല മതിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ പറയുക, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തലമുറ ഉയർത്തുന്നത് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ അത്ഭുത വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. നോക്കൂ, അവൾ ഒരു തുരുത്തി ഹല്ലേലൂയ വെള്ളവുമായിട്ടൊക്കെ കടന്നു വന്നത്. പക്ഷേ ഇവിടെ നീരുറവയാ കാണുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നീരുറവ തുറന്നു തരുന്നേ. നമ്മൾ അല്പസ്വല്പമൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ്. പ്രിയ മക്കളെ, കർത്താപ്പച്ചൻ നമുക്ക് വേണ്ടുന്ന സകലത്തിന്മേലെ പ്രവർത്തിക്കുന്ന അപ്പന. ഹല്ലേലൂയ. മനുഷ്യർ തന്ന് സഹായിക്കുവാണെങ്കിൽ അതിനൊരു ഹല്ലേലൂയ, അതിനുകൊണ്ട് ഇത് ഇത്ര മാത്രമേ ഒക്കൂ എന്നൊക്കെ പറയും. പക്ഷേ വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിലിന്റെ മറുപടി അപ്പൻ നൽകി തരും. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്മേൽ മുഴങ്കാൽ മടക്കുന്നോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ കരച്ചിൽ കുഞ്ഞിന്റെ കാണണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ കാണുന്ന അപ്പൻ ഹല്ലേലൂയ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ഞാൻ സകലത്തിന്റെ ഉടയവനായ അപ്പനല്ലേ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചില്, നമ്മുടെ കുടുംബത്തിന്റെ കരച്ചില് കാണുന്നത് അപ്പനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. സകലതും ഹല്ലേലൂയ. സ്വല്പമൊന്നും അല്ല പറഞ്ഞത്, സകലതും. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്ന് പറയുന്ന ഏത് വിഷയമുണ്ടോ അപ്പന്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പ്രിയ മക്കളെ, ആ പ്രാർത്ഥനയാകുന്ന മതിൽ കെട്ടി നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിന്മേൽ ഹല്ലേലൂയ അന്യ ഹല്ലേലൂയ ശത്രുക്കളൊന്നും കടന്നു വരുവാൻ ഇടയാകത്തില്ല. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, തുരുത്തിയിലെ അല്പം വെള്ളമായിട്ടൊക്കെയാണോ നമ്മൾ ഇറങ്ങിയെങ്കിൽ ഹല്ലേലൂയ നോക്കൂ, നീരുറവ തുറന്നു തരുന്ന അപ്പൻ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനാകുന്ന കർത്താവിന്റെ അപ്പന്റെ ആ അപ്പച്ചന്റെ കരുത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്മേലാണോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ. നോക്കൂ, വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി കരുതുന്ന അപ്പൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 20-ാം വാക്യം പറയുന്നുണ്ട്, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. പ്രിയ മക്കളെ, ഒരിക്കലും മുന്നോട്ട് പോകത്തില്ലെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും. അവന്റെ മകനെ ഹല്ലേലൂയ ആ കുഞ്ഞിനെ എത്തിക്കേണ്ടെന്നിടത്ത് എത്തിക്കുവാൻ ദൈവശക്തനാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവൻ സകല ചിന്താകളും ഏത് വിഷയമുണ്ടോ അപ്പന്റെ പാദപീഠത്തിൽ വെക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഓരോ
ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ യേശുപ്പൻ ഞങ്ങൾക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ ഇടയായി തീരണമേ. കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.